യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുന്നു. അതിനകത്തൊരു നാടകം അവതരിപ്പിച്ചതിൻ്റെ ചില വിഷയങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അവരുടെ പ്രമേയത്തിൽ അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അവരുടെ മാത്രമല്ല വിഷയം, ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഒരു വലിയ പരിമിതിയാണ്. യുവജനങ്ങൾ പൊളിറ്റിക്സിനോട് അതൃപ്തി കാണിക്കുന്നു. പ്രത്യേകിച്ച് ഹൈടെക് വിദ്യാർത്ഥികൾ, ഇപ്പോൾ ടെക്നോ പാർക്ക് പോലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരൊന്നും ഒരു രാഷ്ട്രീയവും, അവർ ചിലപ്പോൾ വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്കോ കമ്മ്യൂണിസ്റ്റിനോ കോൺഗ്രസിനോ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യും. പക്ഷെ പരസ്യമായി അവരാരും രാഷ്ട്രീയത്തിൽ വരാനോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പരിപാടികൾക്ക് പങ്കെടുക്കാനോ പോകുന്നില്ല. സാമുദായിക സംഘടന പ്രവർത്തനത്തിന് ഒട്ടുമില്ല, അമ്പല കമ്മിറ്റി പ്രവർത്തനങ്ങൾക്കുമില്ല. അവർ അവരുടെ ലോകത്ത്, മറ്റൊരു ലോകത്ത് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അവർ സമ്പാദിച്ച് പൈസ ഉണ്ടാക്കി അർമാദിച്ച് പെട്ടെന്ന് അടിച്ച് പൊളിച്ച് ജീവിച്ചങ്ങ് പോകുക എന്നുള്ളതാണ് ന്യൂ ജെൻസിയുടെ ഒരു കൺസെപ്റ്റ്. അത് ശരിയാണോ തെറ്റാണോ, അതിനകത്ത് കുഴപ്പമുണ്ടോ ഇല്ലയെന്നൊന്നും ഞാൻ പറയാൻ ആളല്ല. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ, സമൂഹത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മറ്റുള്ള ആളുകൾ ചർച്ച ചെയ്യട്ടെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ത്യയിൽ, സ്വതന്ത്ര ഇന്ത്യയിലും സ്വതന്ത്ര കേരളത്തിലും, കേരളം രൂപീകരിച്ചതിന് ശേഷവും ഇത്രമാത്രം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. അരാഷ്ട്രീയമായ കാര്യങ്ങളാണ് സമരങ്ങൾ. ഇപ്പോൾ ഡൽഹിയിൽ പാറ്റാ സമരം നടന്നു. പിന്നെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ പേര് തന്നെ കേൾക്കൂ, കോക്രോച്ച് പാറ്റാ ജനതാ പാർട്ടി എന്നൊക്കെ പറഞ്ഞൊരു പരിഹാസ രൂപത്തിലുള്ളൊരു പാർട്ടിക്കിടെ ആളുകൾക്ക്, ഒരു പരിഹാസ രൂപത്തിലുള്ളൊരു പാർട്ടിയുടെ പേരുള്ള ആളുകൾക്ക് വലിയ പങ്കാളിത്തം കിട്ടി. ഒരു മന്ത്രി തന്നെ രാജിവെക്കേണ്ടി വന്നു. വളരെ വലിയ പങ്കാളിത്തം കിട്ടി. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ അതിനെ സീരിയസ് ആയി കണ്ടിരുന്നില്ല. പക്ഷേ ദിവസം പോലും ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരികളുടെയും വിദ്യാർത്ഥിനികളുടെയും ഒക്കെ ഒഴുക്ക്, ജന്തർ മന്ദറിലേക്കുള്ള ഒഴുക്ക് കണ്ടപ്പോഴാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞെട്ടിപ്പോവുകയും എ റഹീമിനെ പോലുള്ളവർ റീൽസുമായി ഇറങ്ങിയത്. ഇനി ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിൽ മറ്റൊരു ചർച്ചയും കൂടി വന്നിട്ടുണ്ട്. എ റഹീം എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിൻ്റെ റീൽസ് പരിപാടി നന്നായിട്ടുണ്ട്. അത് ഇനിയും തുടരണം എന്നാണ് പറയുന്നത്. ശരിക്ക് പറഞ്ഞാൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് വളരെ ഗൗരവതരമായി രാഷ്ട്രീയം കൊണ്ട് നടന്നിരുന്ന കാലം പോയി. റീൽസിൻ്റെയും യൂട്യൂബിൻ്റെയും സോഷ്യൽ മീഡിയൻ്റെയും എക്സിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ രാഷ്ട്രീയമായി പരസ്പരം ഗോഫ വിളിക്കുന്ന റീൽസ് ചെയ്താൽ അത് കണ്ടുകൊണ്ട് ആകൃഷ്ടമാകുന്ന ഒരു പുതിയ തലമുറയാണ് ഉണ്ടായി വരുന്നത്. ഇവരെ എങ്ങനെയാണ് രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളത് വളരെ വലിയ വിഷയമാണ്. അത് ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടായാൽ പോലും രാഷ്ട്രീയ വിദ്യാഭ്യാസം രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുക എന്നുള്ളതല്ല. രാഷ്ട്രീയ വിദ്യാഭ്യാസം എങ്ങനെ കൊടുക്കും എന്നുള്ളത് വളരെ വലിയ വെല്ലുവിളിയാണ്. കുടുംബശ്രീയിലും തൊഴിലുറപ്പിലും ഹരിതകർമ്മസേനയിലുമൊക്കെ സ്ത്രീകളുടെ ഇടയിൽ ഈ വെല്ലുവിളി വളരെ വലിയ തോതിൽ അനുഭവിച്ചവരാണ് CPM-കാർ. അവർ കുടുംബശ്രീയെ സംഘടിപ്പിച്ചപ്പോഴും തൊഴിലുറപ്പിനെ സംഘടിപ്പിച്ചപ്പോഴും ഹരിതകർമ്മസേന സംഘടിപ്പിച്ചപ്പോഴും ആശാ വർക്കേഴ്സിനെയും അംഗനവാടിക്കാരെയൊക്കെ സംഘടിപ്പിച്ചപ്പോഴും അതിനെയൊക്കെ ഒരു പൊളിറ്റിക്കൽ ടൂളുകളാക്കി മാറ്റാം, അവരെ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ ആളുകളാക്കി മാറ്റാം എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വന്ന ഒരു കൂട്ടായ്മയും പൊളിറ്റിക്സിലേക്ക് വരുന്നില്ല. വേണമെങ്കിൽ അവരെ വിളിച്ചാൽ, ഇപ്പോൾ മന്ത്രി ഷാജി എന്ന് പറഞ്ഞതുപോലെ അവരെ വിളിച്ച് മനഃപൂർവ്വം വിളിച്ചുകൊണ്ട് പരിപാടിക്ക് ഇരുത്തേണ്ട കാര്യമില്ല. നേരത്തെ അങ്ങനെയല്ല, വളരെ കൃത്യമായി വാട്സപ്പ് മെസ്സേജ് വരും, ഇന്ന ദിവസം ഇന്ന മന്ത്രി വരുന്നു, ഇന്ന MLA വരുന്നു, ഇന്ന പരിപാടിയുണ്ട്, ഇത്ര പേർ, 50 പേർ, 100 പേർ, ഇത്ര ആളുകൾ, ഇന്ന സാരി ഉടുത്ത്, ഇന്ന കളർ സാരി ഉടുത്ത്, ഇന്ന കളർ ബ്ലൗസ് ഇട്ട് ഇത്ര മണിക്ക് കൃത്യമായി എത്തിക്കൊള്ളണം, അല്ലെങ്കിൽ ജോലി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് വാട്സപ്പ് മെസ്സേജിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ KM ഷാജി മന്ത്രി പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല, ആരെയും നിർബന്ധിക്കേണ്ട, ഒരു പൊളിറ്റിക്സും അനുവദിക്കത്തില്ല, അത് സ്വതന്ത്രമായി കുടുംബശ്രീ വളരട്ടെ എന്നാണ്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഈ മൈക്രോ ലെവൽ പൊളിറ്റിക്സ് നമ്മൾ കൈകാര്യം ചെയ്ത് വർഗ ബഹുജന സംഘടനാ ന്യായങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ ഏതോ ലോകത്താണ്, ഒരു മാസ്മരിക ലോകത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എന്തായാലും യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, കോളേജിൽ കുറച്ച് SFI കളിക്കും, അല്ലെങ്കിൽ ABVP KSU കളിക്കും എന്നുള്ള, അല്ലെങ്കിൽ MSF ഒക്കെ കളിക്കും എന്നുള്ളതല്ലാതെ അവർ സീരിയസ് ആയി രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ബാലസംഘം കഴിഞ്ഞാൽ ഉടൻ SFI കഴിഞ്ഞാൽ ഉടൻ DYFI കഴിഞ്ഞാൽ ഉടൻ പാർട്ടി, ഇങ്ങനെ വളരെ വലിയ ഒരു ഹൈറാർക്കിയൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി പോലെ പാർട്ടികൾ പ്രവർത്തിച്ചിരുന്നു. ഇപ്പുറത്താണെങ്കിൽ KSU കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്, ABVP, യുവമോർച്ച, പിന്നെ രാഷ്ട്രീയത്തിൽ അങ്ങനെ വരുന്ന എല്ലാ പാർട്ടികളിലും ഇതുപോലെ MSF, യൂത്ത് ലീഗ്,
മുസ്ലിം ലീഗ്, പിന്നെ യൂത്ത് ഫ്രണ്ട്, പിന്നെ വിദ്യാർത്ഥി ഫ്രണ്ട്, യൂത്ത് ഫ്രണ്ട്, സ്റ്റുഡൻസ് ഫ്രണ്ട്, യൂത്ത് ഫ്രണ്ട്, പിന്നെ കേരള കോൺഗ്രസ്, ഇങ്ങനെ പോകുമായിരുന്നു. പക്ഷെ അതൊന്നുമില്ല. ഇപ്പോൾ കൃത്യമായി ചെറുപ്പക്കാരെ സമരത്തിനാകട്ടെ, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിനാവട്ടെ, സേവന പ്രവർത്തനങ്ങൾക്കാവട്ടെ, ഒരു കാരണവശാലും കുട്ടികളെ കിട്ടാത്ത കാലമാണ്. അപ്പോൾ അതുകൊണ്ട് യുവജനങ്ങളും വിദ്യാർത്ഥികളും പിന്നെ യുവാക്കളും പിന്നെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും, ആണും പെണ്ണും അടക്കമുള്ള സകല പേരും അവരവരവരുടെ ജോലി ചെയ്ത് പഠിച്ചു പോയി എന്തെങ്കിലും കൃത്യമായി ചെയ്തു പോകുന്നു എന്ന് മാത്രമല്ല, കൃത്യമായ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അരാഷ്ട്രീയ ബോധം നടന്നിട്ടുണ്ട്. അതിലാണ് അത് വേണോ, നല്ലതാണോ, ചീത്തയാണോ, അങ്ങനെ വരാവോ എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷേ അതുണ്ട്. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് DYFIയുടെ ഈ ഒരു കണ്ടെത്തൽ. എല്ലാ പാർട്ടികൾക്കും ഈ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം. എങ്ങനെ ഈ പ്രതിസന്ധി മുറിച്ചു കടക്കുമെന്ന് ചർച്ച ചെയ്യേണ്ടത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. കാരണം കുട്ടികൾ കണ്ടു വളരുന്നത് സ്വജനപക്ഷപാതവും അഴിമതിയും ഗൂണ്ടായുസവും ഗ്രൂപ്പിസവും ഒക്കെ കണ്ടു വളരുന്ന, പിന്നെ ജാതിയും മതവും വർഗവും എല്ലാം കൂടി കണ്ടു വളരുന്ന കുട്ടികളെ സംബന്ധിച്ച് ദേ ആർ ലീസ്റ്റ് ബോധേഡാണ്. അവർ ഇതിനകത്ത് ബോധേഡല്ല. അതുകൊണ്ട് തന്നെ അവർ ഇതിനകത്ത് വരുന്നുമില്ല. അപ്പോൾ കുറച്ച് പേരുണ്ടാവും വരുന്ന പ്രകടനത്തിനൊക്കെ വരുന്ന, വളരെ കുറച്ച് പേരുണ്ട്. പക്ഷേ ഒരു ക്രോസ് പ്രൊഫൈൽ ആളുകൾ രാഷ്ട്രീയം മടുത്തിരിക്കുകയാണ്. അതെങ്ങനെയെന്ന് കൃത്യമായി പഠനവിധേയമാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്.